Hi everyone, this is Shafi Muhammed. Welcome to this new video. ഈ ആഴ്ചയിലെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹൈലി പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു മോട്ടിവേഷണൽ വീഡിയോ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഡു മോർ ആൻഡ് എവ്രി ഡേ. കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കാം, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാം, സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും നമുക്ക് ലക്ഷ്യങ്ങളുണ്ടാകും, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ റെഡിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും കാലത്ത് 5 മണിക്ക് എണീക്കണം, എന്നിട്ട് വ്യായാമം ചെയ്യണം, അതല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം, അതല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കണം, അതല്ലെങ്കിൽ സെയിൽസിലേക്ക് ഇറങ്ങണം. ഇങ്ങനെ ഏത് പ്രശ്നമാവട്ടെ, ഏത് ആവശ്യമാവട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടി നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു മോട്ടിവേഷൻ ഒരു കുറവുണ്ട് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനാണ് 3 സ്റ്റെപ്സ് പറയാൻ പോകുന്നത്. ഈ 3 സ്റ്റെപ്സ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹ്യൂജ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ ഒരു മന്ത്രയാണ്. നിങ്ങളെ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന, നിങ്ങളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനുള്ള മന്ത്രയാണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് പറയേണ്ട വാചകമാണ്. വളരെ പ്രധാനപ്പെട്ട വാചകമാണ് വരുന്നത് വെച്ചാൽ, ഒന്നാമത് വരുന്നത് വെച്ചാൽ പെയിൻ ഈസ് ടെമ്പററി, റിഗ്രറ്റ് ഈസ് ഫോർ എവർ. മനസ്സിലാകുന്നു? പെയിൻ ഈസ് ടെമ്പററി, റിഗ്രറ്റ് ഈസ് ഫോർ എവർ. ഇതാണ് ആദ്യത്തേത്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാലത്ത് 5 മണിക്ക് എണീറ്റിട്ട് പോകണമെന്ന് വർക്കിന് പോകണം, അതല്ലെങ്കിൽ മോർണിംഗ് വാക്കിന് പോകണം എന്നുള്ളതാണ് എങ്കിൽ, അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ടിന് പോകണം എന്നുള്ളതാണ് എങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക? കാലത്ത് എണീക്കുന്ന നേരത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു തോട്ട് വരും, ഒന്നും കൂടെ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ ഇന്ന് പോകണം. ഇങ്ങനെയുള്ള പല ചിന്തകൾ വരും. ഈ ചിന്തകൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്വപ്നമുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഉഴപ്പുന്ന നിങ്ങളോട് പറയണമെന്ത്? ഇപ്പോൾ ഇവിടെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ദിവസം മിസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ദിവസം ജിമ്മിലെ വർക്കൗട്ട് മിസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ദിവസം മോർണിംഗ് വാക്കിന് പോകുന്നത് മിസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ദിവസം വ്യായാമം ചെയ്ത് മിസ്സാക്കിയ, ഈ ഒരു ദിവസം ലേറ്റായിട്ട് എണീച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് എണീക്കുന്നൊരവസ്ഥ വരും, അല്ലെങ്കിൽ ഇതിൻ്റെ കുറ്റബോധം വല്ലാണ്ട് വരും. ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും ഇന്നത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഏത് ടാസ്ക് ചെയ്യുമ്പോഴും അത് മിസ്സാക്കിയാലുണ്ടാകുന്ന റിഗ്രറ്റ്, അത് ഫോർ എവറാണ്. റിഗ്രറ്റ് ഈസ് ഫോർ എവർ, പെയിൻ ഈസ് ടെമ്പററി. ഇതിനു വേണ്ടിയിട്ട് അതുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും, കുറച്ച് പ്രയാസമുണ്ടാകും. ആ പ്രയാസം എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്. പക്ഷേ റിഗ്രറ്റ് എന്ന് പറയുന്നത് കാലാകാലം ഉണ്ടാകും. കുറ്റബോധം എന്ന് പറയുന്നത് അത് കാലം ഉണ്ടാകും. നമ്മൾക്ക് അത് ചെയ്യാത്തതിൻ്റെ കുറ്റബോധം അത് കാലാകാലം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പം എന്താ വെച്ചാൽ, ഒരു ദിവസമായിക്കോട്ടെ, ഒരു ആക്ടിവിറ്റിയിലൂടെ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളോടങ്ങ് പറയാം, പെയിൻ ഈസ് ടെമ്പററി, റിഗ്രറ്റ് ഈസ് ഫോർ എവർ. നമ്മളെ റിമൈൻഡ് ചെയ്യിക്കണം. ഇത് ഞാൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ റിഗ്രറ്റ് എന്നിൽ എല്ലാ ദിവസവും ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ന് മുഴുവനായിട്ടും ഇതെന്നെ ബാധിക്കുമല്ലോ. ആ ഒരു ചിന്ത കൊണ്ടുവരിക. എന്നിട്ട് പെയിൻ ഈസ് ടെമ്പററി. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുറച്ച് സ്റ്റെപ്സ് നടന്നാൽ തീരാവുന്നതുള്ളൂ. അങ്ങ് കുളിച്ച് കഴിഞ്ഞാൽ തീരാവുന്നതുള്ളൂ. അങ്ങ് എണീറ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അങ്ങ് എണീറ്റ് സെയിൽസിന് പോയിട്ട് അങ്ങ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരാം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മൊമെൻറ്റം ബിൽഡ് ചെയ്യും. മൊമെൻറ്റം എന്ന് പറയുന്ന സാധനമാണ്. അതങ്ങ് ബിൽഡപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോബഡി ക്യാൻ സ്റ്റോപ്പ് യു. You will be amazing, energetic, powerful and motivated, highly charged. മനസ്സിലാക്കുക? ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രശ്നമില്ല. ആ മൊമെൻറ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിലേക്ക് എത്താൻ ടെമ്പററി ആയിട്ടുള്ള വെറും ഒരു താൽക്കാലികമായിട്ടുള്ള ചെറിയൊരു പെയിന് ചിലപ്പോൾ ഉണ്ടായേക്കാം. സോ നമ്പർ 1 മന്ത്ര എന്ന് പറയുന്നത് എന്താണ്? പെയിൻ ഈസ് ടെമ്പററി, റിഗ്രറ്റ് ഈസ് ഫോർ എവർ. ഇറങ്ങിത്തിരിക്കുക, വർക്ക് ചെയ്യുക, റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഈ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിച്ചതിന് പുറമെ അടുത്ത മറ്റൊരു മെത്തേഡാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് വെച്ചാൽ, ഇത് തന്നെ ഒരെണ്ണം ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യും? നിങ്ങൾ എത്താൻ പറ്റും. അടുത്തൊരു പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇതറിയപ്പെടുന്നത് മെറീസ പിയർ എന്ന് പറഞ്ഞിട്ടുള്ള UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് ഉണ്ട്. ഓക്കെ, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഹിപ്നോതെറാപ്പി ചെയ്യുന്ന ഒരു എക്സ്പേർട്ടാണ്. ഈ മേഖലയിലെ എക്സ്പേർട്ടാണ് മെറീസ പിയർ. ഇവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ പഠനത്തിൽ ഇവർക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ പലപ്പോഴും നമ്മളുടെ മനസ്സ് ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് അത് പരിചയമുണ്ടാവില്ല.
മനസ്സിനത് ഫെമിലിയർ അല്ല. അപ്പോൾ ഫെമിലിയർ അല്ലാത്ത കാര്യം മനസ്സിനെ പരിചയപ്പെടുത്തണം. അതെങ്ങനെയാണ് ചെയ്യുക? മനസ്സിനോട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സ് പരിചയപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സ് ഈസി ആയിട്ട് ചെയ്യും. ഇപ്പോൾ പല്ല് തേക്കുന്ന കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല. കുളിക്കുന്ന കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കും, പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ശീലമാവാത്തത് കൊണ്ടാണ്, നമ്മുടെ മനസ്സിന് പരിചയമില്ലാത്തത് കൊണ്ടാണ് ഇതൊരു വലിയൊരു പ്രയാസമായിട്ട്, വലിയൊരു ടാസ്ക്കായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ പുതിയ എന്ത് ശീലം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്, സെയിൽസിലേക്ക് ഇറങ്ങുന്നത് ഒക്കെ പ്രയാസമായി തോന്നുന്നത് മനസ്സിലേക്ക് അതങ്ങ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സങ്ങ് ആക്സെപ്റ്റ് ചെയ്യണം, മനസ്സങ്ങ് ഇഷ്ടപ്പെടണം. ഇതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വിജയിക്കാൻ 2 ഓപ്ഷനുകൾ വന്നത് ഡു വാട്ട് യു ലവ് ഓർ ലവ് വാട്ട് യു ഡു. നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യുന്നത് എന്താണോ അതിനെ ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തെ നമ്മൾ അങ്ങ് ഇഷ്ടപ്പെടണം. അത് സെയിൽസ് ആയിക്കോട്ടെ, വിളിക്കുന്നതാണെങ്കിലും ശരി, അതായത് ഒരു ഫോൺ നമ്പർ എടുത്തിട്ട് കസ്റ്റമറെ വിളിക്കുന്നതാണെങ്കിലും ശരി, മീറ്റിംഗ് എടുക്കുന്നതാണെങ്കിലും ശരി, പോയിട്ട് ഓർഡർ എടുക്കുന്നതാണെങ്കിലും ശരി, ഇനി അതല്ല ഫോളോ അപ്പ് ചെയ്യുന്നതാണെങ്കിലും ശരി, കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടി വിളിക്കുന്നതാണെങ്കിലും ശരി, വട്ട് എവർ ഇറ്റ് ഈസ്, കൊട്ടേഷൻ അയക്കുന്നതാണെങ്കിലും ശരി, അതങ്ങ് ചെയ്യണം, അതങ്ങ് വർക്ക് ചെയ്ത് തീർക്കണം. അത് തീർക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു മാനസികമായിട്ടൊരു അകൽച്ച വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മനസ്സിനെ ഫെമിലിയർ ആക്കണം ആ ടാസ്കുമായിട്ട്. അത് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് മരീസ പിയർ മെത്തേഡ് ഉപയോഗിക്കുക. അവരുടെ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ മെത്തേഡ് വരുന്നത് അവർ പറയുന്നത് വെച്ചാൽ ഈ 3 വാചകം നമ്മൾ ആ ചെയ്യുന്നതിന് മുൻപ് പറയാന്നുള്ളത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നതിന് തൊട്ട് മുൻപ്, കാലത്ത് 5 മണിക്ക് എണീറ്റ് മോർണിംഗ് വാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുൻപ്, ജിമ്മിലേക്ക് പോകുന്നതിന് മുൻപ്, തൊട്ട് മുൻപ്, അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടിയിട്ട് പോകുന്നതിന് മുൻപ്, ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എന്താ പറയുക? ഐ ലൈക്ക് ടു ഡു ഇറ്റ്, ഐ ലവ് ടു ഡു ഇറ്റ്, ഐ വാണ്ട് ടു ഡു ഇറ്റ്. അതായത് ഐ ലൈക്ക് ടു ഡു ഇറ്റ്, ഐ ലവ് ടു ഡു ഇറ്റ്, ഐ വാണ്ട് ടു ഡു ഇറ്റ് എന്നങ്ങ് പറയുക. എന്നിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുക. അതായത് എനിക്കിത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, ഇതിനോട് എനിക്ക് പ്രണയമാണ്, ഇത് എനിക്ക് ചെയ്തേ പറ്റൂ എന്നങ്ങ് പറയുക. എന്നിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുക. ഐ ലവ് ടു ഡു ഇറ്റ്, ഐ ലൈക്ക് ടു ഡു ഇറ്റ്, ഐ വാണ്ട് ടു ഡു ഇറ്റ് എന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ച് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അതിങ്ങനെ റിപ്പീറ്റായിട്ട് അങ്ങോട്ട് പറയാം. റിപ്പീറ്റായിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളതങ്ങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നിങ്ങളുടെ ഹ്യൂജ് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതിലൂടെ. ഇത് നിങ്ങൾ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പവർഫുൾ ആയിട്ടുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ട് എവറി ഡേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ്. സോ 2 മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്ന മെത്തേഡ് ഹ്യൂജ് പവർഫുൾ ആയിട്ടുള്ള, അമേസിംഗ് ആയിട്ടുള്ള, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്, ഇത് പലരുടെയും ഇത് ആക്ച്വലി ഒഫീഷ്യലി പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള, ഇതിനെ ബേസ് ചെയ്തിട്ട് ബുക്ക് വരെ എഴുതിയിട്ടുള്ള ആളാണ് മെൽ റോബിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ലേഡിയാണ്. ഓക്കെ, അവരൊരു എക്സ്പേർട്ടാണ്, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പെർഫോമൻസ് കോച്ചാണ്, പെർഫോമൻസ് ട്രെയിനറാണ്. ഇവർ കണ്ടെത്തിയിട്ടുള്ള 2012 ഇവർ ഇതിനെക്കുറിച്ച് ഇവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയും എന്നിട്ട് അത് ചേഞ്ചസ് വന്ന സമയത്ത് ഇത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവർ തന്നെ ഇതിനെക്കുറിച്ചൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഈ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ കണ്ടെത്തിയിട്ടുള്ള മെത്തേഡ് 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്ന മെത്തേഡാണ്. ഈ 5 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക? 5 മുതൽ 1 വരെ കൗണ്ട് ഡൗൺ ചെയ്യുക. അതായത് 5, 4, 3, 2, 1 അങ്ങ് പോവുക ചെയ്യുക. അത് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് കുറച്ചുകൂടെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നും. അതായത് കൗണ്ട് ഡൗൺ 5, 4, 3, 2, 1 ഗോ ആൻഡ് ഡു ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ ചെയ്യാൻ. ഇപ്പോൾ രാവിലെ ബെഡിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കൊരു മടി ഉണ്ടെങ്കിൽ നമ്മളങ്ങ് കൗണ്ട് ചെയ്യാം. 5, 4, 3, 2 ഗോ ആൻഡ് ഡു ഇറ്റ്. അങ്ങ് എണീക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അങ്ങ് പോവുക. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഡു ഇറ്റ്. കാരണം കൗണ്ട് ഡൗൺ ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ, കൗണ്ട് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കൗണ്ട് അപ്പാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ മുകളിലോട്ടാണ് എണ്ണുന്നതെങ്കിൽ വലിയ പ്രശ്നമാണ്. എന്താ വെച്ചാൽ നമ്മൾ 1, 2, 3 അത് എത്ര വേണമെങ്കിലും എണ്ണാം. പക്ഷേ കൗണ്ട് ഡൗൺ ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് അല്ലേ, നമ്മൾ റോക്കറ്റിന് വേണ്ടി നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യാറുണ്ട്, റോക്കറ്റ് വിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളെ ഒരു ദിവസത്തിലേക്ക് അങ്ങ് വിക്ഷേപിക്കുകയാണ്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ജോലിയിലേക്ക്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക്, നമ്മുടെ ടാസ്കുകളിലേക്ക് നമ്മളങ്ങ് കുതിപ്പിക്കുകയാണ്. ആ കുതിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ കൗണ്ട് ഡൗൺ പ്രോസസ്സ്. അപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് നമ്മളെ മൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടാസ്ക് ചെയ്യുന്നതിന് മുൻപും പറയുന്നത് 5, 4, 3, 2, 1 ഗോ ആൻഡ് ഡു ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് 5 മുതൽ 1 വരെ എണ്ണുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഉടനെ ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്. അവിടെ വേറൊരു സെക്കൻഡ് തോട്ടിന് അവസരം കൊടുക്കരുത്. അത് ചെയ്യണോ വേണ്ടോ, ഇപ്പം ചെയ്യണോ, ഇന്ന് ചെയ്യണോ, അല്ലെങ്കിൽ പിന്നെ ചെയ്താൽ മതി, ഇങ്ങനെയുള്ള തോട്ടിന് അവിടെ അവസരം കൊടുക്കരുത്. ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ്സ് ഇറ്റ്, നത്തിങ് എൽസ്. വേറെ ഒരു തോട്ടും വരാനുള്ള അവസരം കൊടുക്കരുത്. ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യുക. ഈ 3 പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് ആക്റ്റീവായിട്ടുള്ള രീതിയിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഷാഫി ഇൻ സ്പേസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്താൻ
മറക്കരുത്. ഇത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്തെങ്കിലും ലഭിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പേജിൻ്റെ അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷാഫി സ്പേസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണാം. സീ യു ലേറ്റർ. ബൈ. ടേക്ക് കെയർ. ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ.